ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. മത്തായി 15-23-24. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹൂദ മതബോധത്തിനെതിരെ കർത്താവ് ഒരു ദൃഷ്ടാന്തമായി ഈ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്നു. കനാന്യ സ്ത്രീ യഹൂദ ദൈവ വിചാരങ്ങൾക്ക് അല്ലെങ്കിൽ അതിരുകൾക്കൊക്കെ അപ്പുറം നിന്ന ഒരു സ്ത്രീയാണ്. കർത്താവ് അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാര് പതിവ് പോലെ ഇത് തെറ്റിദ്ധരിച്ചു എന്നതും വാസ്തവമാണ്. അവൾ നിലവിളിച്ചു, അസഹ്യപ്പെടുത്തുന്നു, അതുകൊണ്ട് അവളെ പറഞ്ഞയക്കണമെന്നതാണ് ശിഷ്യന്മാരുടെ ആഗ്രഹം. അനുഗ്രഹിക്കാതെ അവളെ അയക്കാൻ കർത്താവിന് ഇഷ്ടമില്ല. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, യാതൊരു അവകാശവുമില്ലാതെ ക്രിസ്തുവിനെ സമീപിക്കുന്ന ഈ സ്ത്രീ ഈ വാക്കുകളൊന്നും കേട്ട് പിൻവാങ്ങുന്നില്ല. യഹൂദന്റെ ഉള്ളിലിരിപ്പ് കർത്താവ് ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സ്ത്രീ പ്രകൃതിയാലുള്ള നമ്മുടെയൊക്കെ ചിത്രമാണ്. കാരണം അവളെപ്പോലെ നമ്മളും ശാപത്തിൻ കീഴായിരുന്നു. ദാവീദ് പുത്രൻ എന്ന നിലയിൽ പുറജാതിക്കാരായ പാപികളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനൊന്നും നിർവാഹമില്ല എന്ന തരത്തിൽ മശിഹായെ അല്ലെങ്കിൽ മശിഹ സങ്കല്പത്തെ കണ്ട യഹൂദന്റെ മുൻപിലാണ് കർത്താവിൻ്റെ പ്രതിവചനം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ആവശ്യം വളരെ തീക്ഷ്ണമാണ്, ജനുവിനാണ്. അംഗീകരിക്കപ്പെടുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഉടൻ തന്നെ മറുപടി ലഭിച്ചു എന്ന് വരില്ല. ഉറങ്ങുന്ന ഒരുവനെ പോലെ കർത്താവ് ഒരു കാലയളവിലേക്ക് ഉത്തരം നൽകാതിരുന്നേക്കാം. പഴയ നിയമ വേദഭാഗങ്ങളിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കാണാം. ഇത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനാണ്. ശിഷ്യന്മാരെ കർത്താവിനെ അവളുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. കിട്ടിയ ഉത്തരം കൂടുതൽ നിരാശജനകമാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ ഇപ്രകാരം സംഭവിക്കാം. പരിച്ഛേദനയുടെ ശുശ്രൂഷകനായിരുന്നു ക്രിസ്തു. റോമാലേഖനം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവൻ ജാതികൾക്ക് പ്രകാശമായി ഉദ്ദേശിക്കപ്പെട്ടിരുന്നെങ്കിലും തിരശീല കീറുന്നത് വരെയും വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളയുന്നത് വരെയും, അതായത് കാലത്തികവ് വരെ സാധ്യമല്ല എന്ന ഒരു ദൈവശാസ്ത്രം അവിടെ ഉണ്ട്. കർത്താവിൻ്റെ ആളത്വത്തിലുള്ള അക്കാലത്തെ ശുശ്രൂഷ ഇസ്രായേലിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നത് ഒരു മശിഹ സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. യേശു ശമര്യയിൽ 2 ദിവസം പാർത്തു, അവിടെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ കാണുന്നു, യോഹന്നാൻ 4-ാം അധ്യായം. എങ്കിലും മറ്റ് വീര്യപ്രവർത്തികളൊന്നും ചെയ്തതായി കാണുന്നില്ല. അപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവസങ്കല്പത്തെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ കർത്താവ് പറയുന്നു. നോഹ കനാനെ ശപിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലുണ്ട്. ഇസ്രായേലിന്റെ പ്രവേശനത്തിന് മുൻപ് തന്നെ കനാന്യർ ദേശത്തു നിന്നൊക്കെ നിഷ്കാസനം ചെയ്യപ്പെട്ടവരാണ്. കനാന്റെ ഒരു നാശം യോശുവ 17-ാം അധ്യായത്തിൽ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യഹൂദൻ തള്ളിക്കളഞ്ഞ ആളുകൾ കർത്താവിൻ്റെ സംരക്ഷണയിൽ അല്ലെങ്കിൽ മശിഹായുടെ യുഗത്തിൽ
ഉൾച്ചേർക്കപ്പെടും എന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശവും അതിൻ്റെ ഉദാഹരണവും കർത്താവ് നൽകുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ തന്നെ അയച്ചിട്ടില്ല എന്നാണ്. ദാവീദ് പുത്രൻ എന്ന നിലയിൽ അവൻ്റെ ദൗത്യം ഇതാണ്. രക്ഷിതാവ് എന്ന നിലയിലുള്ള കർത്താവിൻ്റെ ഹൃദയനില ഇവിടെ വെളിവാക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ ആ സ്ത്രീയെ ഉദ്ദേശിച്ചുള്ളതാണ്. അവളത് ശ്രദ്ധിച്ചു. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് അവൾ വന്നതെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും ആശയ്ക്ക് വകയുണ്ട്. അപ്പോൾ ഉള്ളിൽ നിൽക്കുന്നവർ എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ, അവർക്ക് ലഭിക്കേണ്ടുന്ന രക്ഷ, അതിൻ്റെ അടയാളമായി അവരുടെ അതിരുകൾക്കപ്പുറത്തുള്ളവർക്കും കർത്താവ് രക്ഷ നൽകുന്നതിലൂടെ വെളിവാക്കുന്നു. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ നമ്മൾ ആചരിക്കുന്ന ആചാരങ്ങളിലൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നതിലൂടെയുമൊക്കെയാണ് മറ്റുള്ളവർക്ക് രക്ഷ എന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ കരുതാം. ഒരു പരിധിവരെ അതിന് സ്ഥാനമുണ്ട്. എങ്കിലും ദൈവം കാരുണ്യവാനാണ്. ഏത് സ്ഥാനത്തും ഏത് നിലയിലും ഏത് വിശ്വാസത്തിലും ഉള്ളവരെ അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ ആരാധ്യനായ കർത്താവ്. അപ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള ബന്ധമുണ്ടാവണം. അന്യരും പരദേശികളുമായിരുന്ന നമ്മെ കർത്താവ് തൻ്റെ ജനമായി അംഗീകരിച്ച് രക്ഷിച്ചു. ഈ ഒരു വലിയ ബോധ്യത്തോടെ ദൈവബന്ധത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മുടെ വിളി. അതിൻ്റെ സാക്ഷ്യം പറയുന്നവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ആവശ്യങ്ങളിൽ ഈ കർത്താവ് അദൃശ്യനായും ദൃശ്യനായും ഒക്കെ നമ്മളെ അനുഗ്രഹിച്ചു, വഴി നടത്തി. ആ ഒരു ബന്ധം നിലനിർത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കനാന്യ സ്ത്രീക്ക് ലഭിച്ച ദൈവിക ദർശനവും കർത്താവ് നൽകിയ വിടുതലും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അവിടെ നൽകിയിരിക്കുന്നു. എങ്കിലും ആ ഒരു വെളിച്ചം സൂക്ഷിപ്പാനും അത് നിലനിർത്താനും ബോധ്യപ്പെടാനും ഞങ്ങൾക്ക് വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവിക ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും വഴി നടത്തലും ആലോചനയും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.